കടിഞ്ഞാണില്ലാത്ത മാന്ത്രിക കുതിരയെപ്പോലെ മനസ്സ് നിഗൂഢതയുടെ വഴിത്താരിയിലൂടെ പാഞ്ഞു പോവുകയാണ്. ആർക്കും പിടികൊടുക്കാത്ത യാത്രയിൽ മണലാരണ്യത്തിലെ മരിപ്പച്ച പോലെ വൈജാത്യപൂർണമായ അശ്വമേധമായി മനസ്സ് രൂപാന്തരം പ്രാപിക്കുന്നു. ഹൈജിയ ദി സിഗ്നേച്ചർ ഓഫ് ലൈഫ്. ദ്രുതഗതിയിലുള്ള ജീവിതയാത്രയിൽ അസ്വസ്ഥമായ മനസ്സുമായി സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു വിജയമന്ത്രമാണ്. മുംബൈ ആസ്ഥാനമായി പിറവിയെടുത്ത ട്രിവൻഷ്യ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ് പാലക്കാട്ടെ ഹൈജിയ സൈക്കോ ബയോളജിക്കൽ സ്റ്റുഡിയോ. BPM ബയോപ്ലാസ്മിക് മോഡുലേഷൻ തെറാപ്പി എന്ന ആധുനിക ചികിത്സാ സംവിധാനവുമായി ഡോക്ടർ AS ഹരീഷ് സാരഥ്യമേകുന്ന ഹൈജിയ സൈക്കോ ബയോളജിക്കൽ സ്റ്റുഡിയോ പാലക്കാട് നഗരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുകയാണ്. ദ പ്രിവൻഷ്യ വെൽനസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈജിയ എന്ന സ്ഥാപനം മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പ്രകൃതിയുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള അത്യാധുനിക ചികിത്സാ രീതിയും പഠന രീതിയുമാണ് ഹൈജിയ മുന്നോട്ട് വയ്ക്കുന്നത്. ദ പ്രിവൻഷ്യ ഗ്രൂപ്പിൻ്റെ ചെയർമാനും ലൈഫ് സ്ട്രാറ്റജിസ്റ്റുമായ ഡോക്ടർ ഹരീഷ് AS നമ്മോടൊപ്പമുണ്ട്. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം സർ. ദ പ്രിവൻഷ്യ വെൽനസിൻ്റെ കീഴിലുള്ള ഹൈജിയയിലെ ചികിത്സാ രീതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. പ്രിവൻഷ്യ ഗ്രൂപ്പ് പാലക്കാട് ഹൈജിയ സൈക്കോബയോളജിക്കൽ സ്റ്റുഡിയോ എന്ന പേരിലാണ് ഇത് ആരംഭിച്ചത്. സൈക്കോബയോളജിക്കൽ സ്റ്റുഡിയോ എന്ന വാക്കുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ കാണുന്ന സൈക്കോളജിക്കൽ സംവിധാനങ്ങൾ, സൈക്കോളജിക്കൽ തെറാപ്പികൾക്കും ഉപരിയായിട്ട് അതിൻ്റെ ബിയോണ്ട് ദ സൈക്കോളജിക്കൽ എന്ന രീതിയിലാണ്. ശരീരവും മനസ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില ഭാഗങ്ങൾ. ഇതിനെ കണക്ട് ചെയ്യുക എന്നതാണ് സൈക്കോബയോളജി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾ പ്രാക്ടിക്കൽ സൈക്കോളജി എന്ന രീതിയിൽ ഒരു സംവിധാനമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ സൈക്കോളജിയെ ബേസ് ചെയ്തുകൊണ്ട്, പ്രാക്ടിക്കൽ സൈക്കോളജിയിൽ അപ്പോൾ ന്യൂറോ സയൻസ് ഉണ്ട്. ന്യൂറോ സയൻസിൽ സൈക്കോളജി മാത്രമല്ല വരുന്നത്, സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി എന്നാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടൈം. അപ്പോൾ അതിൽ ന്യൂറോളജി ഉണ്ട്, നമ്മുടെ ഹോർമോൺ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു പ്രതികരണം നമ്മളുണ്ടാകുന്നത് ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനോട്, ഒരു വസ്തുതയോട് പ്രതികരണം ഉണ്ടാകുമ്പോൾ ശരീരം ബാധിക്കുന്നത് മാനസികം മാത്രമല്ല, അതിൻ്റെ ഹോർമോൺ ലെവലിലുണ്ടാവാം, ശരീരത്തിൽ അതിൻ്റെ പിരിമുറുക്കങ്ങളുണ്ടാവാം, പല രൂപത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നിച്ച് നോക്കിക്കാണുന്ന ഒരു സംവിധാനം. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പെഷ്യലൈസേഷനാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ശരീരത്തിൽ എവിടെയൊക്കെ കുഴപ്പമുണ്ടാക്കാം, എന്തൊക്കെ കുഴപ്പമുണ്ടാക്കാം, അതിന് ഏതൊക്കെ രീതിയിലുള്ള ഏരിയകൾ, എല്ലാ ഏരിയയിലും വരാം. നമുക്ക് കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയകൾ വരുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്ന റീഹാബിലിറ്റേഷനൊക്കെ ആണെങ്കിലും അതിൽ കാർഡിയാക് ഇഷ്യൂ വരുന്ന ഏരിയകളുണ്ട്. ഇപ്പോൾ ഹാർട്ടിൻ്റെയൊക്കെ പ്രശ്നം വരുന്ന കാര്യം, അത് ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് ശരീരത്തിനും അതിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ സൈക്കോളജിയുടെ വ്യത്യസ്തമായ തലങ്ങൾ സൈക്കോബയോളജി എന്ന കാഴ്ചപ്പാടോട്ട് ന്യൂറോ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് ലൈഫ് സയൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. പഴയ മാതിരിയല്ല ഇപ്പോൾ പോകുന്നത്. പണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളോട് നമുക്കിഷ്ടവും ചെറിയ ചെറിയ കാര്യങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്ന ശേഷം നമ്മൾ കാണുന്നത് ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിൽ വരുന്ന സ്വപ്നങ്ങൾ ഒരുപാട് വളർന്നു. എല്ലാ ആളുകളും ബിൽഗേറ്റ്സ് ആവാനോ വലിയ വലിയ ആളുകളാവാനോ സ്വപ്നം കാണുകയും എത്തിപ്പടിക്കാൻ കഴിയാതെ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളെല്ലാം ആർക്ക് വേണമെങ്കിലും കാണാമെന്ന് പറയുന്ന ഒരു കാലത്തേക്കുള്ള മാറ്റമാണ്. അപ്പോൾ ലൈഫ് സയൻസിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അവിടെയാണ്. കാരണം നമ്മളെ ട്യൂൺ ചെയ്തെടുക്കാൻ സ്വപ്നങ്ങൾ മാത്രം പോരാ, സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മളെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനെ ഒന്ന് കൃത്യമാക്കി കൊണ്ടുവരിക എന്നത് വലിയൊരു ഘടകമാണ്. അതിൽ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട് ശാരീരികമായിട്ടുള്ളത്. നേരത്തെ ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, പ്രാക്ടിക്കൽ സൈക്കോളജി എന്നുള്ളത്. അതിൽ ന്യൂറോ സയൻസ് എന്നുള്ള ഒരു ഘടകം ഞാൻ പറഞ്ഞെങ്കിൽ രണ്ടെണ്ണം ഒപ്പം കൊണ്ടുവരുന്നത്, ഒന്ന് മെൻ്റൽ ടഫ്നെസ് എന്ന ഒരു വാക്കും, മൂന്നാമത്തത് എർഗണോമിക്സ് ആൻഡ് ഡയറ്ററി മാനേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് എർഗണോമിക്സ് വരുന്നത് ഇൻറ്റീരിയർ എർഗണോമിക്സ്, ഞങ്ങൾ കോഗ്നേറ്റീവ് എർഗണോമിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വീട് എങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ, അവിടെ സയൻറ്റിഫിക് ആയിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മുതൽ വെച്ചാൽ ഒരു കുട്ടി പഠിക്കാനിരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു വലിയ ആളാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആളാണെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം മുതൽ അതിലവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യാനെടുക്കുന്ന പ്രശ്നങ്ങൾ, മെൻ്റൽ ടഫ്നെസ്സിൽ വരുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക, അതിലെങ്ങനെ ഇടപെടാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊരു സ്പോർട്സ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്. ഞങ്ങൾക്ക് സ്പോർട്സ് സൈക്കോളജിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വാക്ക് ഇതിൽ ഉപയോഗിക്കുകയും ആ ടെക്നോളജി ഉപയോഗിക്കുകയാണ്.
അതേമാതിരി ബ്രെയിൻ ജിമ്മുകൾ, കൂടുതൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, പഴയ മാതിരിയല്ല, വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ AI ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു കാലഘട്ടത്തിൽ ഒരാളുടെ ഗ്രൂമിങ്ങിന് അതിൽ ഫിസിക്കലാവാം, സൈക്കോളജിക്കലാവാം, ന്യൂറോളജിക്കലാവാം, ഏത് രീതിയിലാണെങ്കിലും അയാളെ ഗ്രൂം ചെയ്ത് ബ്രാൻഡ് ചെയ്ത് അയാളെ പ്രോപ്പറാക്കി കൺവേർട്ട് ചെയ്യുന്ന, അയാളുടെ ഇമോഷൻസും കൾച്ചറും എല്ലാം കൺവേർട്ട് ചെയ്ത്, അപ്പോൾ EQ, IQ, CQ എല്ലാം തന്നെ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങളെ സ്കില്ലുകളിലേക്ക് തിരിച്ച് ഒരു അതിജീവനത്തിൻ്റെ ഏത് രീതിയിൽ അവരുടെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നോ ആ സ്വപ്നങ്ങൾക്ക് അവർ സ്യൂട്ടബിൾ ആണോ എന്ന് പരിശോധിക്കുകയും അസസ്മെൻറ്റുകളും അതിനനുസരിച്ച് രീതിയിൽ അവരെ ഗ്രൂം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഗ്രൂമിംഗ് ആണ് ലൈഫ് സ്ട്രാറ്റജിസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി ഹൈജിയ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതെന്താണ്? എൻ്റെ ഒരു പാഷനായിരുന്നു പറയാം. ഈ മനഃശാസ്ത്രം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. അത് ചില സമയങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി. എത്തിക്കലാണ്, അൺഎത്തിക്കലാണ് തുടങ്ങിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ന്യൂറോ സയൻസ്, ബ്രെയിൻ ഹാക്കിംഗ് ഒക്കെ ഏറ്റവും വിമർശന വിധേയമായ ടോപ്പിക്കുകളിലൊന്ന്, അതിൻ്റെ സാധ്യതകളൊക്കെ. പക്ഷേ അത് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ കൊണ്ടുവരാം എന്നതായിരുന്നു നമ്മുടെ ശ്രമങ്ങൾ. അതിൻ്റെ തുടക്കമാണ് ഈ തുടക്കത്തിൽ ബയോപ്ലാസ്മിക് മോഡുലേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ യൂണിവേഴ്സിറ്റി ജാംനഗർ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ആദ്യമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പസ് സ്റ്റഡീസ് റിസർച്ചുകളെല്ലാം ചെയ്തു. പിന്നീട് അതൊരു ഫോം ആയ ശേഷം അതിൻ്റെ മനഃശാസ്ത്ര ഏരിയകളിലേക്ക് കുറച്ച് തിരിഞ്ഞ് പ്രാക്ടിക്കൽ സൈക്കോളജി എന്ന രീതിയിൽ ഈ പറഞ്ഞ 3 ഘടകങ്ങളെ കൊണ്ടുവന്ന് ന്യൂറോ സയൻസൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനാദ്യമായിട്ടൊരു അവസരം വരുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ യങ് ചേഞ്ച് മേക്കർ കോൺക്ലേവ് നടന്നിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇൻവൈറ്റ് ആവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടത് പ്രസൻറ്റ് ചെയ്യുന്നത് UNYCCയുടെ പ്രോഗ്രാമിൽ ഡൽഹിയിൽ വെച്ചിട്ട് അവരുടെ മുമ്പിലാണ്. പിന്നീട് US എംബസിയിൽ നമുക്കൊരു അവസരം കിട്ടുകയുണ്ടായി. അതിൻ്റെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയൊരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു സാധ്യതയും സംവാദത്തിനൊക്കെ അവസരം കിട്ടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് കൊണ്ടുവരുന്നത്. ആ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആയുഷിൻ്റെ ചീഫ് സെക്രട്ടറിയാണെന്ന് ജാംനഗർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന രാജേഷ് കൊട്ടേച്ച, അതേമാതിരി ഫസ്റ്റ് എത്തിക്കൽ കമ്മിറ്റി അപ്രൂവൽ നമുക്ക് തരുന്ന JSS മെഡിക്കൽ കോളേജാണ് ഈ കാര്യങ്ങളിൽ, ന്യൂറോയിൽ കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂറോ ഡൈവേഴ്സ് കുട്ടികളുടെ കാര്യമാണെങ്കിൽ മംഗൾജ്യോതി വാമഞ്ചൂർ സ്കൂളുണ്ട്, അവരാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുണ്ട്, SDM മാനേജ്മെൻറ്റ് അണ്ടറിലുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായവും, പിന്നെ ഇതിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടേത്, US കെൻജി യൂണിവേഴ്സിറ്റിയുടെ എത്നോമ്യൂസിക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരുപാട് ഏരിയകളിലും നമുക്ക് കിട്ടിയ സഹായങ്ങൾ. കാരണം ഈ സയൻസ് ഇന്ത്യയിൽ അത്ര ഇല്ലാഞ്ഞതൊരു വലിയ ഘടകം. ഇതിനെപ്പറ്റി സംസാരിക്കാനോ പഠിക്കാനുള്ള അവസരങ്ങൾ തന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഇത് ക്രമേണ കൂടുതൽ പ്രചോദനം തന്നെയാണ്. മറ്റേതൊരു പാഷൻ മാത്രമാണെങ്കിൽ, ഒരു ഡ്രീമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഡ്രീമിനെ രൂപപ്പെടുത്തി കൊണ്ടുവരിക എന്നത് ഒരുപാട് ആളുകൾ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സഹായത്തിൻ്റെ ഭാഗമാണ്. ആ രീതിയിൽ തോന്നുന്നുള്ളൂ. പക്ഷേ ഇനി ഇത് ജനങ്ങളിലേക്ക് എത്തുകയും അവർക്ക് ഉപകാരം കിട്ടും എന്ന രീതിയിലാണ് കേരളത്തിൽ ഞങ്ങളതിൽ ഇപ്പോൾ ഞങ്ങൾ ഹൈ റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ പല വഴികളിലേക്ക് തിരിയാൻ നോക്കുന്നുണ്ട്. ന്യൂറോ ഡൈവേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ടെക്നോളജി രീതിയിൽ കോഡിംഗ് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നൊരു പരിപാടി #hack code എന്ന് പറഞ്ഞിട്ടൊരു ടീമുമായി ചേർന്ന് നടപ്പാക്കിയിട്ടുണ്ട്. അത് NDTV ഒക്കെ നല്ല കവറേജ് കൊടുത്ത് ഗൂഗിളാണ് ഇപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുകയും അതിനുശേഷം അവർക്ക് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ കോഴ്സ് കുറവായതുകൊണ്ട് ഒരു ഇന്നൊവേഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട് ആന്ധ്രയിൽ, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് BEST, ബെസ്റ്റ് ഇന്നൊവേഷൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ അക്കാഡമിക് കൗൺസിലിൽ കയറിക്കൊണ്ട് തന്നെ കരിക്കുലമായിട്ട് ന്യൂറോ സൈക്കോളജിയിലും MBAയിലും ന്യൂറോ സൈക്കോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻസ് കൊണ്ടുവരുന്ന ഒരു കോഴ്സുകൾ കൊണ്ടുവരാൻ ഇപ്പോൾ UGCയുടെ അപ്രൂവലിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇനി ഈ ഇൻ്റർനാഷണലി ഹ്യൂമൻ റിസ്ക് അസസ്മെൻറ്റിന് ഞങ്ങൾ ഫോറൻസിക് സൈക്കോളജി ഒക്കെ കൂടെ ചേർന്ന് ഒരു കോഗ്നേറ്റീവ് ഗെയിമാണ് കൊണ്ടുവരാനുള്ള ഉദ്ദേശം. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞ് ഒരു 8 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ബേബിയെ കയ്യിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓട്ടിസം ബാധിച്ചവർക്ക് എയിം സെൽഫ് എന്ന പരിപാടിയിലൂടെ സംഗീതത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഊർജ്ജപ്രവാഹം നടത്തി സ്വയം പര്യാപ്തരാക്കുന്ന ആരോഗ്യപരിപാലനം, മദ്യാസക്തിയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രായോഗിക മനഃശാസ്ത്ര രീതി, ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി അവരെ പ്രതീക്ഷാ നിർഭരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ചികിത്സയും ഹൈജിയയിൽ യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. ഞാൻ വിസ്മയ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. നമ്മളിവിടെ ഹൈജിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രിവെൻഷൻ ആൻഡ് ഓൾസോ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അസുഖം വരാതിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെസ്സാണ് എൻ്റെ ബേസിക് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ട്രെസ്സ് വന്നാലും അതിനെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിൽ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
ഓൾസോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടായ ഓരോ അസുഖങ്ങൾ, ലൈക്ക് കാർഡിയക് പേഷ്യൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൈനക് റിലേറ്റഡ് പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് ഉണ്ടാകുന്ന ആ അസുഖത്തിൻ്റെ ആ ഒരു തീവ്രത കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ അവർക്ക് ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടും പേഷ്യൻസിനുള്ള ഒരു ട്രെയിനിങ് ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടും തെറാപ്യൂട്ടിക് സൈഡിൽ നമ്മുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നത്തിനെ മാനേജബിൾ ആക്കി ആ ഒരു പ്രശ്നത്തിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മൾ സഹായിക്കുന്നത്. ശരീരത്തിലുണ്ടാകുന്ന പല വേദനകളും അതിൻ്റെ ബേസിക് കണ്ടൻറ്റ് സ്ട്രെസ്സുമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ഡോക്ടേഴ്സിൻ്റെയും കൂടെ സപ്പോർട്ട് കൂടിയിട്ടാണ്. എല്ലാതും നോൺ ഇൻവേസീവ് ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള തെറാപ്പിയാണ്. ആ തെറാപ്പിയുടെ പേര് BPNT. ആ തെറാപ്പി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സൈക്കോളജിസ്റ്റുകൾ, പ്രൊഫഷണൽ കൗൺസിലർമാർ, മെൻ്റൽ ഹെൽത്ത് അഡ്വൈസേഴ്സ്, ഫിറ്റ്നസ് തെറാപ്പിസ്റ്റുകൾ, സ്ട്രെസ് കെയർ തെറാപ്പിസ്റ്റുകൾ, മെറ്റബോളിക് സ്പെഷ്യലിസ്റ്റുകൾ, ന്യൂട്രീഷനിസ്റ്റുകൾ, സ്കിൽ ട്രെയിനർമാർ ഉൾപ്പെടെ ബയോപ്ലാസ്മിക് മോഡുലേഷൻ തെറാപ്പി ഫലപ്രദമായി നടപ്പിലാക്കാൻ വളരെ വലിയൊരു ടീം മുന്നിലുള്ളത് ഹൈജിയുടെ മുഖമുദ്രയാണ്. കടുത്ത ഓർമ്മക്കുറവുള്ളവരെയും ഡെമെൻഷ്യ ബാധിച്ചവരെയും പാർക്കിൻസൺ രോഗം ബാധിച്ചവരെയും BPM തെറാപ്പി നൽകി പരിചരിക്കുന്നവർക്ക് ഹൈജിയിൽ പരിശീലനവും നൽകുന്നുണ്ട്. യാതൊരുവിധ മരുന്നുകളും BPM ചികിത്സാ പദ്ധതിയിൽ നിഷ്കർഷിക്കുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കപ്പെട്ട വിദ്യാർത്ഥികളുള്ള ഈ ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ഹൈജിയ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതെന്തെല്ലാമാണെന്ന് സൂചിപ്പിക്കാം. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന സൈക്കോളജിയുടെ ഏറ്റവും വലിയൊരു ഘടകം ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഓഡിറ്റുകളാണ്. ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള അസസ്മെൻറ്റുകൾ, റിസർച്ചുകളാണ് സൈക്കോളജിക്കൽ ഓഡിറ്റ്. ഇതിൽ ഹ്യൂമൻ റിസ്ക് അസസ്മെൻ്റാണ് ഞങ്ങളുടെ ഏറ്റവും മെയിനായിട്ടുള്ളത്. ഈ റിസ്ക് അസസ്മെൻറ്റ് വരുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ സ്പെഷ്യലായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് വരും തലമുറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു നെക്സ്റ്റ് ജനറേഷനാണ്. യൂത്തിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇടയിലുള്ള ഗ്രൂമിംഗ് ആണ് ഓഡിറ്റുകളിലുകൊണ്ട് നമുക്കും മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഭാവിക്കുള്ള ഉപകാരം മുഴുവനായിരിക്കും. അപ്പോൾ ഇവരിലുണ്ടാകുന്ന അഡിക്ഷൻസിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ അവരെ ഒന്ന് സസ്പെൻഡ് ചെയ്യുക, പുറത്ത് വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുക. അതേ സ്ഥാനത്ത് ഈ മാറ്റി നിർത്തപ്പെടുന്ന ആൾ എന്തുകൊണ്ടാണ് ഇതിലൊക്കെ പെട്ടത്, ഈ ഒരു കുഴപ്പക്കാരനായത് എന്തുകൊണ്ടാണ്? അതിൽ ഫാമിലി ആവാം, ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകളാവാം. ഇവരെ ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന ഉണ്ടാവും ഈ കുട്ടി. ഇതിന്ന് പുറത്തു വരാനുള്ള വഴികളാണ് ഈ ക്യാമ്പസുകളിൽ ഇവർ തിരയുക. പിന്നെ അറ്റൻഷൻ ഡെഫിഷ്യൻസി നോർമലി എല്ലാ ഏജിലും നമുക്കൊരു താല്പര്യമാണ് നമ്മളെ ഒരാൾ നോക്കണം, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ഗ്യാങ്ങുകളോടുള്ള താല്പര്യങ്ങൾ, ഇതെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി ഇതിൽ പെട്ടുപോയി എന്നറിയുകയും ചിലപ്പോൾ അവരുടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ നമ്മളവരെ ഒന്ന് പ്രോപ്പറായി ഗൈഡ് ചെയ്ത്, ഞങ്ങൾ പ്രധാനമായിട്ടും ഇതിൽ സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അത് കുട്ടികളുടെ പ്രൊഫഷണൽ ഗ്രോത്തും ഉണ്ട്. ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആളുകളെ നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്തിട്ട് അവരുടെ പാരൻസുമായിട്ട് ടീച്ചേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു 4-5 ദിവസം കൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരാൻ പറ്റാവുന്നിടത്തോളം അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് പേരൻസിൻ്റെയോ അതോറിറ്റിയുടെയോ ശ്രദ്ധ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതാണ് നിങ്ങളുടെ സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് കുട്ടികളുടെ ഇത്തരം അഡിക്ഷനുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കാരണങ്ങളെ അസസ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ഒരു 5-6 ദിവസത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ ആ കുട്ടി ഇന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, ഇന്നതാണ് പ്രശ്നങ്ങൾ എന്ന് അസസ് ചെയ്ത് റിപ്പോർട്ട് വിത്ത് സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നതാണ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഓട്ടിസം, പഠന വൈകല്യങ്ങൾ എന്നിവ അതിജീവിക്കാൻ ഹൈജിയ നടത്തുന്ന ന്യൂറോ ഡൈവേഴ്സിൻ്റെ പ്രാധാന്യം അതെന്തെല്ലാമാണ്? ന്യൂറോ ഡൈവേഴ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളാണ്. അതിൽ ഓട്ടിസം മാതിരിയുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ മാതിരിയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ പേരൻസിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഇവരെ സ്വയം പര്യാപ്തമാക്കാനും സാധിക്കുന്ന ചില ഏരിയകളുണ്ട്. ചില ഏരിയകൾ നമ്മുടെ ഒട്ടും കൺട്രോളിൽ നിൽക്കാത്ത ഏരിയകളുണ്ട്. ചികിത്സ എന്ന വഴികളവിടെ ഇല്ല. എത്ര പരിഹരിക്കാൻ കഴിയും എന്നതാണ്. അതിൽ കുട്ടിയുടെ സ്വയം പര്യാപ്തതയും രക്ഷിതാക്കളുടെ സ്ട്രെസ്സുമാണ് ഇതിലുള്ളത്. എൻ്റെ മക്കന് എന്ത് സംഭവിക്കും, ഞങ്ങളുടെ കാലശേഷം എന്ത് എന്നൊരുപാട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. എല്ലാം ചോദ്യങ്ങളാണ്, മറുപടികളൊന്നും എവിടെയും ലോകത്തില്ല. അപ്പോൾ ഞങ്ങൾ ന്യൂറോ ഡൈവേഴ്സ് പ്രോഗ്രാം കൊണ്ടുവന്നത് 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു മംഗൾജ്യോതി ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലും പിന്നീട് അതിനുശേഷം അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള സ്പർശ് സ്കൂൾസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആർമി വൈഫ് വെൽഫെയർ അസോസിയേഷൻ ആശാ സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് 30-34 സ്കൂൾസ് ഇന്ത്യയിലുണ്ട്. ഇവിടെയെല്ലാമാണ് നിലവിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. ഈ പ്രോഗ്രാമിലും ഞങ്ങൾ ആദ്യം ചെയ്തത് കുട്ടിയുടെ സ്കിൽ അസസ്മെൻറ്റുകൾ, അവരുടെ പ്രോബ്ലങ്ങളെ അസസ് ചെയ്യുക, ഏതാണ് അവരുടെ സ്റ്റേജ്, എന്ത് രീതിയിൽ അവരുടെ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്,
2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പ്രോഗ്രസ് കുറയാൻ സാധ്യതയുണ്ട്. ഇതിൽ അനവധിയായ ഇൻ്റർവെൻഷൻ മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ മറുപടിയൊന്നുമില്ല. ഞങ്ങളതിൽ ഒറിഗാമി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ടല്ല ചെയ്യുന്നത്, ആ സെൻറ്ററുകളുടെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു സെൻറ്റർ നടത്തുന്നതിന് പകരം അവരൊരു റിക്വയർമെൻറ്റ് വരുമ്പോൾ ആ സെൻറ്ററുകളുടെ ആളുകൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യും. അതിൽ ന്യൂറോ ഡൈവേഴ്സിറ്റി അസസ്മെൻറ്റാണ് ഞങ്ങളുടെ ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. കുട്ടിയുടെ പീരിയോഡിക്കൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്സ് ശരിയായ രീതിയിൽ വരുന്നുണ്ടോ, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ. ഇതിൽ ഹോമിയോ ഡോക്ടർമാർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഡോക്ടർ സന്തോഷ് ജോഷിമാർ ബോംബെയിലുള്ള അദ്ദേഹം നിൽക്കുന്നുണ്ട്. ആയുർവേദ രംഗത്തുള്ളവരുണ്ട്, അലോപ്പതിയിലുള്ള, അതൊക്കെ രക്ഷിതാക്കളുടെ സെലക്ഷനാണ്. ഞങ്ങളതിലൊന്നും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നുണ്ടോ, ഇപ്പോൾ സ്പീച്ച് തെറാപ്പി ആണെങ്കിലും മറ്റ് കോഗ്നിറ്റീവ് തെറാപ്പി മെത്തേഡുകളാണെങ്കിലും അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ആ മാറ്റം എങ്ങനെയെന്ന അസസ്മെൻറ്റ്. അപ്പോൾ ഇതിൽ അവസാനത്തെ സ്റ്റെപ്പാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന #കോഡുമായി ചേർന്നിട്ടുള്ള കോഡിങ്. അത് ഇൻ്റർനാഷണലി തന്നെ ആദ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ കുട്ടികളെ കോഡിങ് പഠിപ്പിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഇതിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടിസം കുട്ടികൾ അവർക്കൊരു സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അതിൽ ഇത് മാത്രമല്ല, ഞങ്ങളുടെ മ്യൂസിക് ആൻഡ് സൗണ്ട് എനർജി മാനേജ്മെൻറ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ പരിശീലന പദ്ധതി. മ്യൂസിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ട്, ഒറിഗാമി കൊടുക്കുന്നുണ്ട്, ആർട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ട്, അതേപോലെ മൂവ്മെൻറ്റ് തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. ഏതാണോ ഏത് കുട്ടിക്കാണോ സ്യൂട്ടബിൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യം, പീരിയഡിക്കൽ അസസ്മെൻറ്റ്, ഇതെല്ലാം കൊണ്ടുവന്നിട്ടാണ് ന്യൂറോ ഡൈവേഴ്സിൽ കുട്ടികൾ. അതുകൊണ്ട് ഈ പ്രൊജക്റ്റിന് ഞങ്ങൾ എയിം സെൽഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ എയിം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. ഒരുപാട് രക്ഷിതാക്കളുടെ ആശ്വാസമാക്കാൻ കഴിയുന്ന, അവരുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റിലുണ്ട്. ഇത് പ്രകൃതി രമണീയമായ ജാസ്പർ ഫാം. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിലുള്ള നോമ്പിക്കോടാണ് 14 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ഫാമുള്ളത്. കേരളത്തിൽ മറ്റൊരു ചികിത്സാലയത്തിലും കാണാൻ കഴിയാത്ത ഏതൊരാളുടെയും മാനസികമായ സമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ നോക്കത്താ ദൂരത്തോളം ഹരിതാപ പടർന്നു നിൽക്കുന്ന 8 ഏക്കറോളം വിസ്തൃതിയുള്ള നെൽപ്പാടങ്ങളും ഗ്രാമസംസ്കൃതിയുടെ നയനമനോഹാരിതയും ജാസ്പർ ഫാമിനെ വേറിട്ട് നിർത്തുന്നു. ഞാൻ രാജേഷ്, പാലക്കാട് പ്രൊവിൻഷ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ BDM ആണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ജാസ്പർ ഫാംസിൽ നിലവിൽ ഫാം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നിലവിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത് 14 ഏക്കറയാണ് സ്ഥലമുള്ളത്. 8 ഏക്കർ നിലവിൽ നെൽകൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ഏക്കറോളം നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. 2 ഏക്കർ മാവുന്തോട്ടാണ്, ഫ്രൂട്ട് ഫോറസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഏകദേശം ഒരു 1.5 ഏക്കറോളം മുല്ല കൃഷിയും അതിനൊപ്പം തന്നെ പച്ചക്കറി ആണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ തന്നെ രോഗികളുടെ പകുതി അസുഖം മാറുന്നൊരു അവസ്ഥയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അവർക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ പച്ചപ്പന്നെ അവർക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ശരിക്കും വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ശരിക്കും ICUയിൽ കടന്നൊരു രോഗീനെ ഇവിടെ കൊടുന്നപ്പോൾ അവർക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ പകുതി അസുഖം മാറിയ മാതിരിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതേമാതിരി ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേഷ്യൻസിനും അനുസരിച്ചിട്ടുള്ള ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ചാർട്ട് പ്രകാരമുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനും മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഇല്ലാത്ത പച്ചക്കറികളും മറ്റുള്ള ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് താമസിച്ച് പഠനം നടത്താനും ന്യൂറോ സയൻസ് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നവർക്ക് താമസിച്ച് പഠിക്കാനുള്ള റെസിഡൻഷ്യൽ സംവിധാനം ജാസ്പർ ഫാമിൻ്റെ പ്രത്യേകതയാണ്. നിരവധി സ്പീഷീസുകളുടെ ഉറവിടം കൂടിയാണ് ഇവിടം. ബർത്ത് സ്റ്റാർ പാർക്ക്, ആംഫി തിയേറ്റർ, ബർത്ത് സ്റ്റാർ പ്ലാന്റ്, ബട്ടർഫ്ലൈ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ, സെൻസറിംഗ് പ്ലാന്റ്, വെജിറ്റേറിയൻ ഗാർഡൻ, പഴയകാല കാവ്യസങ്കല്പത്തിലുള്ള കുളം, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന 200-ലധികം ഔഷധ സസ്യങ്ങൾ. ജാസ്പർ ഫാമിൽ പരിശീലനത്തിന് എത്തുന്നവർക്ക് താമസിക്കുവാനുള്ള ഡോർമെറ്ററി സംവിധാനം, ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള പൗണ്ട് ഹൗസ്, ഓപ്പൺ ജിം, ഷട്ടിൽ കോർട്ട്, ചികിത്സയ്ക്കായി എത്തുന്നവർക്കുള്ള സ്പോർട്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ, ഗസ്റ്റ് ഹൗസ്, ഓർഗാനിക് ഫാം, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ബീ ഗാർഡൻ, ബേർഡ് ഗാർഡൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എൻ്റെ പേര് മരിയ സെലിൻ. ഞാൻ ഹൈജിയിലെ ക്ലൈൻറ്റ് കെയർ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, സ്ട്രോക്ക്, ആഫ്റ്റർ കെയർ തെറാപ്പി ആൻഡ് സപ്പോർട്ടാണ് ഹൈജി ഇവിടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ട സ്ട്രെസ് മാനേജ്മെൻറ്റ് തെറാപ്പിയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വളരെ തിരക്ക് പിടിച്ച അവസ്ഥകളിൽ നിന്നാണ് രോഗികൾ നമ്മുടെ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ശാന്തമായ ഒരു ക്ലൈമറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ് ജാസ്പർ ഫാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെറാപ്പീസ് കൊടുക്കുമ്പോഴായാലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴായാലും അവർക്ക് വേണ്ട ഒരു പ്രകൃതി രമണീയമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ജാസ്പർ ഫാമിലൂടെ നമ്മൾ
മുന്നോട്ട് കൊണ്ടുവന്ന ആശയം. വന്നിരിക്കുന്ന എല്ലാ ക്ലയൻസും ട്രീറ്റ്മെൻറ്റിലായാലും തെറാപ്പിയിലായാലും ഇവിടുത്തെ സ്റ്റേയിലായാലും ഒരുപാട് സന്തോഷകരമാണ്. മറ്റുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടും നമ്മളിവിടേക്ക് ക്ലയൻസ് വരുന്നുണ്ട്. ഇവിടെ നോൺ പൊല്യൂട്ടഡ് ആണ് നമ്മൾ ഇതിൻ്റെ ആശയത്തിൻ്റെ മെയിൻ കാരണം. അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. തെറാപ്പിയിലായാലും നമുക്ക് ആ ഒരു ഫാമിൻ്റെ അറ്റ്മോസ്ഫിയറും നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നോൺ പൊല്യൂട്ടഡ് നോൺ ഇൻവേസീവ് മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഹൈജിയ സ്റ്റുഡിയോ. ഹൈജിയയുടെ മറ്റൊരു അഭിമാനമാണ്. അത്യുണ്ടാധുനിക സംവിധാനത്തോടെയുള്ള ഹൈജിയ സ്റ്റുഡിയോയിൽ 100 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വ്യവസായ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും ഹൈജിയ സ്റ്റുഡിയോ പൂർണ്ണ സജ്ജമാണ്. മാനേജ്മെൻറ്റ് സോഷ്യോളജി വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജി ക്ലാസുകൾ നൽകി മാനസികമായി കരുത്തു പകരുന്ന ആരോഗ്യ പദ്ധതിയാണ് ഹൈജിയ മുന്നോട്ട് വയ്ക്കുന്നത്. ചികിത്സയോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും മധ്യവയസ്കർക്കും സ്ത്രീകൾക്കും പ്രൊഫഷണലുകൾക്കും വേണ്ടി ജനറൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഹൈജിയ സ്റ്റുഡിയോ പാലക്കാട് യാഥാർത്ഥ്യമാക്കുകയാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവം നിലയ്ക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട്. അതിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഹൈജിയ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ആർത്തവിരാമം മാത്രമല്ല അതിൽ ഞങ്ങൾ ഘടകമായിട്ട് എടുക്കുന്നത്. ആ സമയം ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് അധികവും ഈ മക്കളുടെ പഠിത്തത്തെ പറ്റിയുള്ളവരുടെ ഏറ്റവും വലിയ ചിന്തകൾ ഉണ്ടാകുന്നത്. 40 വയസ്സുള്ള ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് അവരുടെ കുട്ടികളുടെ അടുത്ത് പോകുന്ന മക്കളുടെ ഏകദേശം ഒരു ടീനേജ് കഴിഞ്ഞ് മക്കളെ വളർത്തിക്കൊണ്ടുവരുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവരുണ്ടാക്കുന്ന തലവേദനകൾ ഉണ്ടാവാം, സമൂഹം ഇവരിൽ കൊടുക്കുന്ന പ്രഷർ, കുട്ടികളെ ശരിയായി വളർത്തണം, സ്വപ്നങ്ങൾ, അവരുടെ വിവാഹങ്ങളെപ്പറ്റി, ഉപരിപഠനത്തിനെ പറ്റി, പിന്നെ വീട്ടിലുള്ള പ്രഷർ, അങ്ങനെ എല്ലാം ഒരുമിച്ച് വരുന്നൊരു സമയം എന്നതുകൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ 40 വയസ്സിന് ശേഷമുള്ള പ്രായം ഒരുപാട് സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങൾ കൂടെ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള, നിലവിൽ ആ സ്വപ്നങ്ങളുടെ രൂപീകരണം നടക്കുകയാണ്. അതുവരെ ഒരു സ്ത്രീ ഒരുപാട് സ്വപ്നങ്ങളിലാണ്. അപ്പോൾ ഈ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കുമ്പോഴുണ്ടാകുന്ന ശാരീരികവും മാനസികമായ പിരിമുറുക്കങ്ങളുടെ കാലഘട്ടമാണ്. അതിൽ ഹോർമോൺ വേരിയേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വരുമ്പോൾ ഇതിനെ നോക്കി ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു ബാധ്യത അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അവരുടെ ഒബീസാവുന്നത്, ഒരുപാട് തടി വരുന്ന പ്രശ്നങ്ങൾ, ഫാറ്റ് ഡിപ്പോസിറ്റുകൾ, ബോണിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അപ്പോൾ അവരെ പ്രോപ്പറായ ഡയറ്റ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ സൈക്കോളജിയുടെ ഇവിടുത്തെ ഗുണം എന്താ വെച്ചാൽ ഇതിൽ ഡയറ്റ് ഉള്ളത് കൊണ്ട്, ഡയറ്ററി മാനേജ്മെൻറ്റും മെൻ്റൽ ടഫ്നെസ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഞങ്ങൾക്കിതിനെ വളരെ വ്യക്തമായ രീതിയിൽ ഗ്രൂം ചെയ്യാനും സഹായിക്കാനും. പിന്നെ അല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്, ബോഡി ടോണിങ്, ഫാറ്റ് റിഡക്ഷനും ഒക്കെ മറ്റു രീതിയിലുള്ള എക്സസൈസുകളൊന്നുമല്ല, എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫാറ്റ് ടോണിങ് പ്രോസസ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അല്ലൂർ എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫിക്കേഷനാണ്. ശരിക്കും അല്ലൂർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോവ ഫാഷൻ വീക്കിന് വേണ്ടി ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഗോവ ഫാഷൻ വീക്കിൽ ശരിക്ക് അവരുടെ ഫാഷൻ വീക്കിൽ പങ്കെടുക്കുന്നവരുടെ ടോണിങ് ആയിരുന്നു, അല്ലാതെ 40 വയസ്സ് കഴിഞ്ഞവരുടെ ടോണിങ് അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അതിവിടെ വളരെ ഉപകാരപ്രദമാകുന്നൊരു സാധ്യതയാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിതിനെ കാണുന്നു എന്ന സ്ട്രാറ്റജിക് എഡ്ജ് പ്രൊജക്റ്റാണ് 40+ എന്ന കാറ്റഗറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വിമൺ കെയർ ആയിട്ട് തന്നെ അതെല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടിക്കൽ സൈക്കോളജി മുമ്പോട്ട് വയ്ക്കുന്നത്. ഹൈജിയയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഫാം റിഹാബിലിറ്റേഷൻ എന്ന ഒരാശയം. ആ ആശയത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുന്നു. ഈ റിഹാബിലിറ്റേഷനുകളിൽ അപ്പോൾ അതിൽ ചിലപ്പോൾ സ്ട്രോക്ക് കഴിഞ്ഞവരാവാം, ഡിമെൻഷ്യ, പാർക്കിൻസൺ മാതിരിയുള്ള രോഗങ്ങളോ അൽഷിമേഴ്സോ വന്നവരാവാം. ഇവരുടെ റിഹാബിലിറ്റേഷൻ ലെവലിൽ എത്രമാത്രം ഈ രോഗത്തിൻ്റെ ഡിമെൻഷ്യ പാർക്കിൻസൺ കേസുകളിൽ എത്രമാത്രം ഇവരൊക്കെ പരിചരണം കൊടുത്താൽ ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാം, എത്ര കാലം ഇവരുടെ ദൈർഘ്യം രോഗം കൂടുതൽ ബാധിക്കാതെ കൊണ്ടുപോകാം, പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനം. എത്ര കാലത്ത് നമുക്ക് തടഞ്ഞു നിർത്താമെന്ന വിഷയങ്ങൾ, ഇതെല്ലാമാണ് റിഹാബിലിറ്റേഷൻ. പിന്നെ സ്ട്രോക്ക് കഴിഞ്ഞ ആളുകളെ പാരാലിസിസ് ആകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ആശുപത്രിയുടെ ചുറ്റുപാടിൽ വേണ്ട കാര്യങ്ങളല്ല. പരിശീലനം വീടുകളിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറേ ഇത് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യേണ്ട വിഷയമല്ല. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ അവരുടെ ഒപ്പം നിൽക്കുന്ന പരിചരിക്കുന്ന ആളുകൾ, അത് മക്കളാവാം, ഭർത്താവോ ഭാര്യയാവാം, ഇല്ലെങ്കിൽ മറ്റ് നഴ്സിനെ അവർ അറേഞ്ച് ചെയ്യുന്നതാവാം, ഇവർക്ക് വേണ്ട പരിശീലനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ കെയർ ടേക്കേഴ്സിന്, കെയർ ഗിവേഴ്സിന് നമ്മൾക്ക് പരിശീലനം കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ആ പരിശീലനത്തിൻ്റെ ഒക്കെ കൊടുക്കണം. ഇവർക്കും സന്തോഷകരമായ സാഹചര്യത്തിൽ അവരുടെ, കാരണം അത്രയും ദിവസം ഓടി നടന്നിരുന്ന ഒരാളാണ് ജീവിതത്തിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് മാറുന്നത്. അവർക്ക് അതിനുണ്ടാകുന്ന സ്ട്രെസ്സ്, വീട്ടുകാർക്കുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, അവരുടെ വേദനകൾ, ടെൻഷനുകൾ, അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് ആവശ്യമായ ഏറ്റവും വലിയ കാര്യം അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പരിശീലന പദ്ധതിയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസം അവർക്ക് വന്നു നിന്ന് ഈ ചികിത്സകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ഫിസിയോതെറാപ്പി മാത്രമല്ല, എല്ലാം വരുന്നുണ്ട്. മാനസികമായിട്ടുള്ളുണ്ട്, ഫിസിയോതെറാപ്പികളുണ്ട്, ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളുണ്ട്, ഡയറ്റ് ഉണ്ട്, എല്ലാം ഉൾപ്പെടെ വരുമ്പോൾ ഒരു തുറന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ്
ഒരു വലിയ ഫാമിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റിയിട്ട് ഈ ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീഹാബിലിറ്റേഷൻ സംബന്ധമായ കാര്യങ്ങൾ ഒരു ട്രെയിനിങ് ഹാള്, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പരിശീലനങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പൺ സ്ഥലമാണ്. അവർക്ക് പുറത്തിറങ്ങാനും തുറന്ന ഒരു ഓപ്പൺ ജിം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു തുറന്ന സ്ഥലത്തൂടെ കൊടുക്കുക എന്ന ചിന്താഗതിയിലേക്ക് മാറാനുണ്ടായത്. അതുകൊണ്ടാണ് ഒരു ഫാം റിഹാബിലിറ്റേഷൻ എന്ന വാക്കിലേക്ക് എനിക്ക് തോന്നുന്നത് വർഷയുടെ ചോദ്യം വന്നത്. ഹൈജിയ നൽകുന്ന BPM എന്ന തെറാപ്പിയെ പറ്റി വിശദീകരിക്കുമോ? പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചൈനയിലുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ നമുക്ക് കളരിയുടേതായ ചികിത്സാ രീതികളുണ്ട്. കാരണം അവരുടേത് കൂടുതലും ഈ ഇഞ്ചുറികളുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടത്തെ എല്ലാ ചികിത്സകളും യുദ്ധകാല ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ട്, അത് യുദ്ധകാലത്ത് നടപ്പാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ക്യൂറാവണം, അവരെ രക്ഷിക്കാൻ കഴിയുമോ നോക്കണം. അപ്പോൾ പല തരത്തിലുള്ള ടെക്നോളജികൾ, അതിനെ അവർ മർമ്മശാസ്ത്രം എന്ന് പറഞ്ഞു, മോഡേൺ സയൻസിൽ റിഫ്ലക്സോളജി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇത്, പല രൂപങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ ഇതിൽ നടത്തിയ ഒരു പ്രാഥമികമായിട്ടുള്ള ചിന്താഗതികൾ, കുറേ ബുക്കുകൾ, അതിൻ്റെ റെഫറൻസുകളൊക്കെ എടുക്കുമ്പോഴാണ് എന്ത് ഘടകമാണ് ശരീരത്തിൽ ഒരു ഏകീകരിച്ച് നിൽക്കുന്നത്, നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം. അതിനെ വേണമെങ്കിൽ ഈ ഓജസ് എന്നൊക്കെ വേണമെങ്കിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ വാക്കെടുക്കുകയാണെങ്കിൽ പരാപര എന്നൊക്കെ പറയുന്ന ഓജസിൻ്റെ രൂപത്തിൽ അത് പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ ജീവനില്ല. അപ്പോൾ ഇതിനെല്ലാം നിലനിർത്തുന്ന എല്ലാ സെല്ലുകളെയും, നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂറോ സയൻസിൻ്റെ ഘടകങ്ങളെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിനറിയപ്പെടുന്നൊരു വാക്കാണ് ബയോപ്ലാസ്മിക് ഫോഴ്സസ്. ശരീരത്തിൽ എല്ലാ സെല്ലുകളിലൂടെയും വർക്ക് ചെയ്യുന്ന, മനസ്സിനെയും ശരീരത്തിനെയും നർവ്സിനെയും എല്ലാം ഒരുമിപ്പിക്കുന്ന ബയോപ്ലാസ്മിക് ഫോഴ്സസിനെ പറ്റിയിട്ടുള്ള പഠനം എന്ന രൂപത്തിലാണ് ഈ BPM തെറാപ്പി, ബയോപ്ലാസ്മിക് മോഡുലേഷൻ തെറാപ്പി എന്ന പേരിൽ ഇത് പിന്നീട് ഈ പേര് ഞങ്ങൾ കോപ്പിറൈറ്റ് ചെയ്യുന്നതും പേറ്റൻറ്റ് ചെയ്യുന്നതുമൊക്കെ ഈ രീതിയിലാണ്. അങ്ങനെയാണ് ഈ പേര് വന്നത്. അപ്പോൾ ഇതൊരു ഇൻ്റഗ്രേഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റഗ്രേറ്റഡ് സ്പെഷ്യലൈസേഷനാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇന്നവരോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഞങ്ങളിത് ഇൻറ്റേർണൽ മെഡിസിൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഫിസിഷ്യൻസാണ് അതിൽ കൊടുക്കുന്നത്. ഇതിൽ ഞങ്ങൾ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും തന്നെ ഹാൻഡിൽ ചെയ്യുന്നില്ല. ഈ ശാസ്ത്രമായിട്ട് നിൽക്കുക അല്ലാതെ മെഡിക്കൽ ഭാഗങ്ങളെല്ലാം തന്നെ ഡോക്ടർമാരുടെ തീരുമാനമാണ്. അലോപ്പതി വേണോ, ആയുർവേദം വേണോ, ഹോമിയോ വേണോ, എല്ലാം അവരുടെ തീരുമാനങ്ങളിൽ വിടുന്ന ഒരു ശാസ്ത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. കട്ടക്കിലെ ശ്രീ യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടർ AS ഹരീഷ് തൻ്റെ ഗവേഷണ പ്രവർത്തനം നടത്തുന്നത്. ബാംഗ്ലൂരിലെ IAS അക്കാഡമിക്ക് വേണ്ടി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി സ്ട്രാറ്റജിക് അഡ്മിനിസ്ട്രേഷനിൽ പഠനം നടത്തി ഹരീഷ് പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്സ്, സൈക്കോളജി, സ്പോർട്സ്, സംസ്കൃതം, ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നിവയിൽ പാണ്ഡിത്യമുള്ള ഡോക്ടർ AS ഹരീഷ് MBA ബിരുദത്തിന് ശേഷം ന്യൂറോ സൈക്കോളജിയിൽ ബിരുദവും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. 2016 UN യുവജന സമ്മേളനത്തിൽ പ്രത്യേക അതിഥിയായി ഹരീഷ് പങ്കെടുത്തിരുന്നു. 2015 ബെൽജിയത്തിൽ നടന്ന സൈക്കോളജിസ്റ്റുകളുടെ അന്താരാഷ്ട്ര സെമിനാറിൽ പ്രാചീന ഭാരതീയ ശാസ്ത്രവും ആധുനിക കാഴ്ചപ്പാടുകളും സംയോജിപ്പിച്ച് പഠനം അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ സമ്മർദ്ദങ്ങളില്ലാത്ത ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിനെ വിമലീകരിക്കാനും പ്രാക്ടിക്കൽ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ന്യൂ മൈൻഡ് സെറ്റ്, ന്യൂ റിസൾട്ട്സ് എന്ന ജീവിതമന്ത്രത്തെ മുറുകെ പിടിച്ച് പ്രിവൻഷ്യ വെൽനസിൻ്റെ കീഴിലുള്ള പാലക്കാട് നഗരത്തിലെ ഹൈജിയ സൈക്കോബയോളജിക്കൽ സ്റ്റുഡിയോ ബയോപ്ലാസ്മിക് മോഡുലേഷൻ തെറാപ്പി ചികിത്സാ സംവിധാനത്തിൻ്റെ വിജയവഴികളിലൂടെ സഞ്ചരിച്ച് ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായി മാറുകയാണ്.